ലീഗുകാർ, കോൺഗ്രസുകാർ, CPM-കാർ എല്ലാം ഒരു കാര്യത്തിൽ വളരെ ഐക്യമാണ്. ഒലക്കമ്മ വേണമെങ്കിൽ അവർ കിടന്നുറങ്ങും, ഒരു കുഴപ്പമില്ല. നമ്മളെ ഇല്ലാതാക്കാൻ, SDPI ഇല്ലാതാക്കാൻ, SDPI-യിലേക്ക് ആളുകൾ വരാനും പാടില്ല. എന്തുകൊണ്ടാ? എന്താ SDPI-യിലേക്ക് വന്നാൽ കുഴപ്പം? ഇപ്പൊ അടുത്തൊരു ദിവസം ഒരു സ്ഥലത്ത് ഒരു പ്രവർത്തകർ എന്നെ വിളിച്ചു. കേട്ടാ, ഇതാ നമ്മുടെ പാർട്ടിയിലേക്ക് വന്ന ആളുകളെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി അവർ ഒഴിവാക്കാൻ നോക്കുകയാണ്. ഈ പാർട്ടിയിലേക്ക് വന്നാൽ പറയാണ് ബോംബ് പൊട്ടും, അല്ലേ, തീവ്രവാദമാണ്. നിങ്ങൾക്കറിയോ, തിരൂര് തൊട്ടടുത്ത പ്രദേശമാണല്ലോ കൂട്ടായിയിൽ നമ്മളൊരു സംഘടന നടന്നു. എന്താ സംഘടന? നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യം, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയാഘോഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രവർത്തകർ, SDPI-യുടെ പ്രവർത്തകർ അത് കാണാൻ വേണ്ടി അവിടെ റോഡിന്റെ സൈഡിൽ നിൽക്കുക. SDPI-യുടെ പ്രവർത്തകരെ കണ്ടപ്പോ ഇവർക്ക് ആലളകിയില്ലേ? അവരെന്താ ചെയ്തത്? ആ പ്രവർത്തകനെ മർദ്ദിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. ആ പ്രവർത്തകൻ ഓടി ഒരു കടയിൽ കയറി അഭയം പ്രാപിച്ചപ്പോൾ ആ കടയിൽ നിന്ന് വലിച്ചു പുറത്തേക്കിട്ട് ക്രൂരമായി ആ സഹോദരന്റെ തലക്ക് മരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. പോലീസുകാർ വന്ന് എടുത്തിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഒരു പാർട്ടിയും ചർച്ച ചെയ്തില്ല, ഒരു ചാനലുകാരനും ചർച്ച ചെയ്തില്ല, ഒരു രാഷ്ട്രീയ നേതാവും എവിടെയും ചർച്ചയ്ക്ക് വന്നില്ല, ഒരു പത്രത്തിലും അതിന്റെ വാർത്തയുണ്ടായില്ല. SDPI-യെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമുണ്ട്. എന്താണ്? വൈകുന്ന അടിയും വാങ്ങി പെരേക്ക് കൊണ്ടുപോണ പരിപാടി ആ കുട്ടിയാക്കില്ല. അങ്ങനെ പരിപാടിയുണ്ട്. പ്രതിരോധം മഹാത്മാഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഒരു മുഖത്തടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കുക. ആ കരണത്ത് അടിക്കുന്നവനെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് പ്രതിരോധം അടിവരയിട്ട് ഞാൻ പറയുന്നു, പ്രതിരോധം ഒരു അപരാധമല്ല എന്ന് പഠിപ്പിക്കുന്ന പാർട്ടിയും കൂടിയാണ് SDPI എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഒരു തർക്കവും വേണ്ട. അങ്ങനെ നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരു കച്ചറയുണ്ടായപ്പോ, ഒരു അടിയുണ്ടായപ്പോ സ്വാഭാവികമായി അതിന്റെ ചെറിയൊരു പ്രതികരണം നടന്നു. നിങ്ങൾ ആലോചിക്ക്, കേരളം മുഴുവനും വലിയ വാർത്ത, ഇന്ത്യ വിഷൻ, റിപ്പോർട്ടർ, സൂര്യ, മലയാള മനോരമ, മാതൃഭൂമി, സർവ്വ ചാനലിലും ലൈവായിട്ട് SDPI-ക്കാര് CPM-മാരെ ക്രൂരമായി മർദ്ദിക്കുന്നു, അല്ലേ? ഒരു സംഘടന നടക്കുമ്പോ ഏതോ ഒരുത്തരൊരു മൊബൈലിൽ അതെടുത്ത് നമ്മുടെ വിജയരാഘവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. വിജയരാഘവൻ എന്താ ചെയ്തത്? നമ്മക്കിട്ടൊരു പാരപടിയാന്ന് എഴുതിയിട്ട് റിപ്പോർട്ടറെ വിളിച്ച് റിപ്പോർട്ടർക്ക് അതിന്റെ കോപ്പി കൊടുത്തു. മൂപ്പര് അത് എല്ലാ ചാനലിനും കൊടുത്തു. എല്ലാ ചാനലും അത് വലിയ വാർത്തയാക്കി. സഖാക്കൊക്കെ പരസ്യമായിട്ട് തല്ല് കിട്ടുന്നത് ലോകം മുഴുവനും കണ്ടപ്പോഴാണ് നാണക്കേട് അവർക്ക് മനസ്സിലായത്, അല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? വലിയ ചർച്ച. നമ്മൾ എന്തോ വലിയ ദേശദ്രോഹം ചെയ്തതുപോലെ, വലിയ കുറ്റം ചെയ്തതുപോലെ നാട്ടിൽ വലിയ ചർച്ചയാക്കി, ലൈവായി കണ്ടു. എന്റെ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പരിശോധിക്കണം, എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ രാജ്യത്തിലെ ആളുകൾ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്ക്, വലിയ ചർച്ചയാക്കിയില്ലേ? CPM-ലുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു പാവം മനുഷ്യൻ, കറുത്തു മെലിഞ്ഞ് വിരലിൽ വായിട്ടാൽ ഘടിക്കാത്ത ഒരു സത്യസന്ധനായ ജയരാജൻ എന്നു പേരുള്ള മനോഹരമായ നാമമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ തല്ലുന്നത് നിങ്ങൾ കണ്ടില്ലേ, ചാനൽ കണ്ടില്ലേ, എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ജയരാജൻ എന്താണ് പറഞ്ഞത്? പ്രിയമുള്ളവരെ, ജയരാജൻ പറഞ്ഞത്, ഞാൻ ഒരുപാട് അടി കണ്ണൂരിൽ കണ്ടിട്ടുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് അടി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു അടി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് താലിബാൻ മോഡൽ അടിയാണ്. ആ പട്ടിക കഷ്ണം കൊണ്ടുവന്നത് താലിബാനിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അന്വേഷിക്കണം. രാജ്യത്തെ മാവോയിസ്റ്റുകളെ നിരോധിക്കണ്ട, പക്ഷേ SDPI-യെ നിരോധിക്കണം. ജയരാജന പറഞ്ഞത്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, 18ാമത്തെ വയസ്സിൽ ചെങ്കൊടി വാനിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇൻക്വിലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ച TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദന്റെ വാക്കുകൾ കടമെടുത്താൽ ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന TP ചന്ദ്രശേഖരൻ, എത്ര വെട്ടാ നിങ്ങൾ വെട്ടിയത്?
51 പ്രാവശ്യമാണ് വാനിലേക്ക് കത്തികൾ ഉയർന്നു താണത്. നിങ്ങളാണ് കൊന്നത് ഇല്ലേ? ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തിനാണ് ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാ ആ ചെറുപ്പക്കാരനെ നിങ്ങൾ കൈത്തറുത്ത് കൊന്നത്? ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, നമുക്കറിയാം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നവർ CPM-കാരാണെന്ന് നമുക്കറിയാം. ഈ രാജ്യത്തിലെ അക്രമകാരികൾ, അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ CPM-കാരാണെന്ന് നമുക്കറിയാം. എന്നിട്ടും ഇവരെല്ലാം പറയുന്നു നമ്മളാണ് മോശക്കാർ, നമ്മൾ വെട്ടുകാർ, നമ്മൾ കുറ്റക്കാർ, നമ്മൾ ദേശദ്രോഹികൾ. പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇന്ത്യ രാജ്യത്തിലെ 85% വരുന്ന ഈ രാജ്യത്തിലെ ആദിവാസികളും പിന്നോക്കക്കാരും പട്ടികജാതിക്കാരനും ദളിതനും മുസൽമാനും ഒരുമിച്ച് നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നു ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കേണ്ടി വന്നാൽ, കണ്ണിലെ കൃഷ്ണമണി പോലെ അത് കാത്തു സൂക്ഷിക്കാൻ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാൽ ബലി കൊടുക്കാൻ തയ്യാറുള്ളവരാണ് ഈ രാജ്യത്തിലെ SDPI-യുടെ ചുണക്കുട്ടികൾ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞങ്ങളെ നോക്കിയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളാണ് ഇവിടുത്തെ ഭീകരവാദികൾ, തീവ്രവാദികളെന്ന്. ഈ രാജ്യത്തിലെ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി എന്തിനാണ് ഇവർ കച്ചകെട്ടിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണുകൾ ഒലിച്ചുപോയിക്കൊണ്ടേയിരിക്കുന്നു, കുത്തിയൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മലപ്പുറത്ത് ഞങ്ങൾ 1000 ആളുകൾക്ക് സ്വീകരണം സംഘടിപ്പിച്ചപ്പോൾ അത് 1600 അവിടെ മാറിയത്. പ്രിയമുള്ളവരെ, 200 പുതിയ ബ്രാഞ്ചുകൾ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് 208 ബ്രാഞ്ചുകളായി മാറിയത്. വീണ്ടും ഞങ്ങൾ പറയുന്നു, ഈ മലപ്പുറത്ത് പുതിയ 100,000 ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അത് നടത്തുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് വളരുകയാണ്, ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്ക് ഇത് വളരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ വളർച്ചയെ തടയാൻ, ഇതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ പുറകെ വന്ന പാർട്ടിയല്ല. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കിയതിന്റെ പേരിൽ വന്ന പാർട്ടിയല്ല. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും തെറ്റിയതിന്റെ പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഉണ്ടായ പാർട്ടിയല്ല. ഇത് വളരെ ആയങ്ങളിൽ കൊണ്ടുപോയി കല്ലിട്ട് അവിടെ നിന്ന് കെട്ടി പടുത്തുയർത്തി കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആന കുത്തിയാൽ പോലും ഒന്ന് തകരാൻ, ഒന്ന് അനങ്ങാൻ, ഒന്ന് മെല്ലെ ഇളകാൻ പോലും ഈ പാർട്ടിക്ക് സാധ്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ വികാരമാണ് ഞങ്ങൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ചെങ്കോട്ടയ്ക്ക് മുകളിൽ ദേശീയ പതാക പാറിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോടാദ്യമായി, ഈ രാജ്യത്തോടാദ്യമായി എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 50 കോടിയോളം വരുന്ന മനുഷ്യർ കക്കൂസ് പോലും ഇല്ലാത്തവരാണെന്ന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വരുന്നു നമ്മുടെ രാജ്യത്ത്. ആലോചിക്കണം നിങ്ങൾ. ഈ രാജ്യം ഈ കോലത്തിലാക്കിയത്, ഈ രാജ്യം ഈ അവസ്ഥയിലായത് ആരാണ് ഭരിച്ചത്? അവരാണ് അതിന് കുറ്റക്കാർ. ആരാണ് ഈ രാജ്യത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? അവരാണ് അതിന്റെ കുറ്റക്കാർ. അവരെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ രാജ്യത്തിലെ ഒരു പിന്നോക്കക്കാരനെ, ഒരു ദളിതനെ അധികാരത്തിന്റെ കസേരയിൽ എത്തിക്കുക എന്നുള്ളതാണ് SDPI ഏറ്റെടുത്തിരിക്കുന്ന മുദ്രാവാക്യം. അതിലൊരു തർക്കവും വേണ്ട. അപ്പൊ ഞങ്ങളെ തകർക്കാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കേട്ടുപഠിച്ച ഒരു ചരിത്രമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. തന്നെ കൊല്ലാൻ വേണ്ടി നാടിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ആയിരക്കണക്കിന് വരുന്ന ഭടന്മാരെ പറഞ്ഞയച്ചപ്പോൾ ആ പറഞ്ഞയച്ച ഫെറോ എന്ന് പറയുന്ന ആളുടെ നെഞ്ചിൽ കടന്ന് താടിയിൽ കളിച്ചു വളർന്ന ഒരാളുടെ ചരിത്രം പഠിക്കാറുണ്ട് നിങ്ങൾ, മൂസാ നബിയുടെ ചരിത്രം ഇല്ലേ? എന്നതുപോലെ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഈ രാജ്യത്തിലെ ലീഗും കോൺഗ്രസും CPM-ഉം RSS-കാരും BJP-കാരും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ നെഞ്ചിൽ കടന്ന് താടിയിൽ കളിച്ചു തന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മണ്ണിൽ വളരുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. ഇരയാക്കപ്പെടുന്നവന്റെ കൂടെയാണ് ഞങ്ങൾ. ജാതിയും മതവും ഞങ്ങൾക്കില്ല. ഈ രാജ്യത്ത് ആരാണോ വേദനിക്കുന്നത്, ആരാണോ ഇരയാക്കപ്പെടുന്നത്, അവന്റെ കൂടെ നിൽക്കാനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ തുളസീധരൻ പള്ളിക്കലുള്ളത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ മനോജ് കുമാർ ഉള്ളത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ റോയി അറക്കലുള്ളത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഉണ്ണിയേട്ടൻ ഉള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ എരഞ്ഞിക്കലുള്ളത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിൽ അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നത് കൊണ്ടാണ് ബാബുമണി കരുവാരക്കുണ്ട് ഈ പാർട്ടിയിലുള്ളത്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ പൊന്നോമന മക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ സവർണ ഫാസിസത്തിനെതിരെ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ഈ രാജ്യത്തിലെ ജനാധിപത്യ ബോധമുള്ള, മതേതരത്വ ബോധമുള്ള, ഈ രാജ്യത്തിന്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയമുള്ള ഈ രാജ്യത്തിലെ നല്ലവരായ ആളുകളുടെ സഹകരണം ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വൈമാറുകയാണ്. വലിയൊരു കൊടുങ്കാറ്റും വലിയൊരു പേമാരിയും ഇവിടെ പെയ്തിറങ്ങാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കൊരു 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് SDPI, ജയ് ഇന്ത്യ. വികസന രാഷ്ട്രീയത്തിന്റെ അനന്ത സാധ്യതകളെ സവിസ്തരം പ്രതിപാദിച്ച് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് SDPI വയനാട് ജില്ലാ കമ്മിറ്റി അംഗം നാസർ വയനാടിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരായ രക്ഷിതാക്കളെ, ആദരം നിറഞ്ഞ ഗുരുവര്യന്മാരെ, ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ VP അബ്ദുൾ സമദ് സാഹിബ്, ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും കേരളത്തിലെ ഇപ്പോഴും ഇതിനു മുൻപും അറിയപ്പെട്ട പ്രാസംഗികനും ആയ ബാബുമണി, താനൂർ മണ്ഡലം പ്രസിഡന്റ് മൻസൂർ മാസ്റ്റർ, താനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ദാസൻ ഒഴൂർ, സുലൈമാൻ അരീക്കാട്, ഹംസ സാഹിബ്, ഈ പരിപാടിയുടെ കൺവീനറായ കുഞ്ഞിപ്പോക്കർ സാഹിബ്, മറ്റ് ഈ പ്രസ്ഥാനത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, 2009 ജൂൺ 21-ാം തീയതി മുതൽ രാജ്യം പുതിയ പോരാട്ടം ഏറ്റെടുത്തപ്പോൾ വരാനിരിക്കുന്ന ഇന്ത്യയിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 6.5 പതിറ്റാണ്ടായി നീതിയും സ്വാതന്ത്ര്യവും ഒക്കെ നിഷേധിക്കപ്പെട്ട വലിയ ഒരു ജനവിഭാഗത്തിന്റെ പോരാട്ടം ഒന്നും ആഗ്രഹിക്കാതെ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ തെരുവുകളിൽ വിപ്ലവത്തിന്റെ ചുവടുവെക്കാൻ ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാക നെഞ്ചോട് ചോർത്തു പിടിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് എന്താണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്, അത് ഈ രാജ്യത്ത് വളരെ കൃത്യമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു രാജ്യം. ഒരുപക്ഷെ ഏറ്റവും അവസാനം നടന്ന സർവേയിൽ ചൈനയെയും മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ലോക കോർപ്പറേറ്റുകൾ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാർക്കറ്റായി ഇന്ത്യ മഹാരാജ്യത്തെ തെരഞ്ഞെടുത്തു എന്നതാണ് 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 3600-ലധികം കോടി രൂപയാണ് രാമരാജ്യവും രാജ്യസ്നേഹവും അതേപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരനായ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തർപ്രദേശിലടക്കം നടന്ന അനേകം കലാപങ്ങളിൽ നിന്ന്
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ രണാങ്കണത്തിലേക്ക് രക്തവും ജീവനും എറിഞ്ഞു കൊടുത്ത ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ മുസ്ലിം ഉമ്മമാരുടെയും സഹോദരിമാരുടെയും, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിൽ പൊരുതി മരിച്ച മുസ്ലിങ്ങളുടെ പിന്മുറക്കാരായ പിഞ്ചുകുട്ടികളുടെയും സഹോദരികളുടെയും ഒക്കെ നിലവിളിയിൽ നിന്ന്, ചോരയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാജ്യത്തിന് നിലനിന്നുകൊണ്ടിരിക്കുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ഇസ്രായേൽ സാമ്രാജ്യത്വത്തിനും ലോക കോർപ്പറേറ്റുകൾക്കും വിടുപണി ചെയ്തതിന്റെ ഒരു പതിപ്പ് കൂടി മാത്രമേ രാജ്യത്ത് നടപ്പിലായിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിലെ രാമരാജ്യമോ രാജ്യസ്നേഹമോ കാവ്യരാജ്യമോ അല്ല രാജ്യത്തിന്റെ മണ്ണിൽ നരേന്ദ്രമോദിക്ക് നയിക്കുന്ന വികാരമെന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, 1992 ഡിസംബർ 6-ാം തീയതി നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളുമായി ബാബരി മസ്ജിദ് ഒരു ഡിസംബർ 6 കൂടി കടന്നു പോകുമ്പോൾ ബാബരി മസ്ജിദിന്റെ ഓർമ്മകളെ അവഹേളിച്ചുകൊണ്ട് ചിലർ രാജ്യത്ത് സംസാരിക്കുമ്പോഴും ഒരു ഡിസംബർ 6 കൂടി രാജ്യത്ത് കടന്നു പോകുമ്പോൾ നമുക്കറിയാം 1942 മുതൽ 1948 ജനുവരി 30-ാം തീയതി ഇന്ത്യ കണ്ട ആദ്യത്തെ ഭീകരാക്രമണത്തിന്റെ ഭാഗമായി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ജനുവരി 30-ാം തീയതി ബിർള ഹൌസിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നത് വരെയായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്, RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘവും RSSും ബാബരി മസ്ജിദിനെ കുറിച്ചും ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമി രാമജന്മഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളിലേക്ക് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ, ഇന്ത്യയിലെ RSSുകാരൻ, ഇന്ത്യയിലെ സംഘപരിവാരക്കാരൻ പോയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ RSSനെ നിയന്ത്രിക്കുന്നത്, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ലോക കോർപ്പറേറ്റുകളാണ്. അധികാരത്തിന്റെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ, ചില്ലുമേടകളിൽ, സപ്രപഞ്ച കട്ടിലുകളിൽ ഇവരെയൊക്കെ വാടിക്കുന്നത് ലോക കോർപ്പറേറ്റുകളാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 1992 ഡിസംബർ 6 ബാബരി ധ്വംസനം. 1990കളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ എന്റെ ജില്ലയായ പുൽപ്പള്ളിയിലെ സിബിയടക്കം, ഇന്ന് വിദർഭയിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിലെ ആത്മാവായ കർഷകൻ കെട്ടിത്തൂങ്ങി മരിക്കാൻ കാരണമായ ഘാട്ടുകരാർ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. 1991 ഇന്ത്യയിലെ സമരങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും വളരെ കൃത്യമായി അറിയുന്ന ഒരു ചരിത്രമാണ് 1991 രാജ്യത്ത് ഘാട്ടുകരാർ നടപ്പിലാക്കുന്നതിന് നടന്ന വലിയ പണിമുടക്ക്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളും പണിമുടക്കിൽ പങ്കെടുക്കുന്നു. ലോക കോർപ്പറേറ്റുകൾക്ക് ഘാട്ടുകരാർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ RSSന്റെയും കോൺഗ്രസിന്റെയും രാജ്യത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ലോക സാമ്രാജ്യത്വവും കോർപ്പറേറ്റുകളുമൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാനും രാജ്യത്തിന്റെ ചർച്ച തിരിച്ചുവിടാനും 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ തകർന്നു വീഴുമ്പോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അന്ന് നരസിംഹറാവു രാജ്യത്തോട് പൂജാമുറിയിൽ അടയിരിക്കുകയായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ വളരെ കൃത്യമായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ചർച്ച ചെയ്യുമ്പോ കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് പത്രം ഇന്ത്യ മഹാരാജ്യത്തോട് വിളിച്ചു പറയുന്നു, അന്ന് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർക്കാൻ പോയ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ, സംഘപരിവാരത്തിന്റെ പ്രവർത്തകർ, അവരുടെ ഇടയിൽ കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് പത്രം നടത്തിയ ഒരു ഒളിക്യാമറ അഭിമുഖം, അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോകമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ തകർന്നു വീഴുമ്പോ ഓരോ മണിക്കൂറിലും ഓരോ 5 മിനിറ്റിലും സംഘപരിവാരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ലോക കോർപ്പറേറ്റുകൾക്കും ലോക സാമ്രാജ്യത്വ ശക്തികൾക്കും ഈ രാജ്യത്തിന്റെ മണ്ണിൽ അവർക്ക് വേരുറപ്പിക്കാൻ, അവർക്ക് കാലുറപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നമുക്കറിയാം ഗോത്രയിലടക്കം കലാപങ്ങൾക്ക് കാരണമായ ബാബരി ധ്വംസനമുണ്ടല്ലോ. ആ ബാബരി ധ്വംസനത്തിന് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് നരസിംഹറാവു രാജ്യത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ RSSകാരന്, സംഘപരിവാര പ്രവർത്തകന്, ഏതെങ്കിലും RSSന്റെ നേതാക്കന്മാർ രാജ്യത്തോടല്ല കൂറ്, കോർപ്പറേറ്റുകളോടാണ്, സാമ്രാജ്യത്വ ശക്തികളോടാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 1992 ഡിസംബർ 6-ാം തീയതി
അതിനുശേഷം ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത, ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വലിയ ആക്രമണം നടക്കുന്നത് മുംബൈയിലെ താജ് ഹോട്ടലിലാണ്. എന്താ കാരണം? മുംബൈയിലെ താജ് ഹോട്ടലിൽ ആക്രമണം നടക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ ഘാട്ട് കരാർ ചർച്ച, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ 1, 2, 3 ആണവ കരാർ ചർച്ച ചെയ്യപ്പെടുന്നത്. ഭോപ്പാൽ ദുരന്തത്തിന്റെ 30ാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഭോപ്പാൽ ദുരന്തത്തിന്റെ 30ാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോ ഭോപ്പാലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഭയപ്പെടുത്തുന്നതാണ്. 10 മാസം പ്രതീക്ഷയോടെ വയറ്റിൽ കുഞ്ഞിനെ ചുമന്നിട്ട് 10ാം മാസം ഭൂമിയിലേക്ക് പ്രസവിക്കുമ്പോ കണ്ണില്ലാതെ കാതില്ലാതെ കൈകാലുകൾ നഷ്ടപ്പെട്ട പിഞ്ചുകുട്ടികൾ ഭോപ്പാലിലെ വാതക ചോർച്ചയുടെ ഇരകളായി രാജ്യത്ത് പറന്നു വീഴുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം, ഈ ലോകത്ത് ലോകമഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കക്കാരൻ കൊണ്ടുപോയി എറിഞ്ഞ ബോംബിന്റെ ഇരകളായി ഇന്നും പറന്നു വീഴുന്ന കുഞ്ഞുകൾ, ഭൂമിയിൽ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ഇരകളായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ, ലോകത്തിന്റെ മണ്ണിൽ പറന്നു വീഴുമ്പോ 1, 2, 3 ആണവ കരാർ പ്രകാരം, കൃത്യമായി പറഞ്ഞാൽ 1972 ശേഷം അമേരിക്കയിൽ ഒരു ആണവ റിയാക്ടർ പോലും തുടങ്ങിയിട്ടില്ല. 2023 ജപ്പാനിലെ മുഴുവൻ ആണവ റിയാക്ടറുകളും അടച്ചുപൂട്ടാൻ വേണ്ടി പോവുകയാണ്. എന്താ കാരണം? ആണവ റിയാക്ടറുകൾ ഒന്ന് പൊട്ടിയാൽ, ഒന്ന് വാതകം ചോർന്നാൽ വലിയ ഒരു നാട് തന്നെ, വലിയ ഒരു പ്രദേശം തന്നെ ഇല്ലാതാവുകയാണ്. അവിടെ വരാനിരിക്കുന്ന, ഒരുപാട് കാലത്തേക്ക് വരാനിരിക്കുന്ന ഒരു തലമുറയുടെ ജീവിതം തന്നെ അവിടെ ഇല്ലാതാവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ 1, 2, 3 ആണവ കരാറിലൂടെ 200-ലധികം ആണവ റിയാക്ടറുകൾ രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്, ഇസ്രായേൽ സാമ്രാജ്യത്വത്തിന് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്താൻ, ലോകരാജ്യങ്ങളിലേക്ക് കടന്നുകയറാൻ, ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണാധികാരികൾ തീരുമാനിച്ചപ്പോ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ആണവ കരാറിനെതിരെ വലിയ കലാപമുണ്ടാകുന്നു. ആണവ കരാറിനെതിരെ വലിയ സമരം നടക്കുന്നു. താജ് ഹോട്ടലിൽ ആക്രമണം ഉണ്ടാവുകയും അജ്മൽ കസബ് തൂക്കിലേറ്റപ്പെടുകയും, പക്ഷേ താജ് ഹോട്ടലിന്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന അമേരിക്കക്കാരൻ ഇന്നും അമേരിക്കൻ ഗവൺമെന്റിന്റെ സംരക്ഷണയോടുകൂടെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുക പോലും ചെയ്യാതെ അമേരിക്കയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അമേരിക്കൻ സാമ്രാജ്യത്വവും ലോക സാമ്രാജ്യത്വവും എഴുതിയ ഒരു തിരക്കഥയായിരുന്നു 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ നമ്മുടെ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം കണ്ട അണ്ടനും അടകോടനും ചമ്മാനും ചെരുപ്പ് കുത്തിയുമൊക്കെ ലോക കോർപ്പറേറ്റുകളുടെ 3600-ലധികം രൂപയുടെ പണത്തിന്റെ ബലത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോകുമ്പോ, രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇന്ത്യയുടെ ഭരണഘടന എന്താണ്, എന്താണ് ഇന്ത്യയുടെ ജനാധിപത്യം, എന്താണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി പ്രണാബ് മുഖർജി നെഞ്ചോട് കൈ ചേർത്ത് വെച്ചിട്ട് ഇംഗ്ലീഷിൽ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞ എന്താണ് എന്ന് പോലും അറിയാതെ ഭഗവത്ഗീത രാജ്യത്തിന്റെ ഭരണഘടനയാക്കണമെന്നും രാജ്യത്ത് രാമന്റെ മക്കൾ മാത്രം ജീവിച്ചാൽ മതിയെന്നും കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് പ്രസംഗിക്കുമ്പോ അവിടുന്ന് ഞാൻ പറഞ്ഞു, രാമന്റെ മക്കൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് ഒരു MP പ്രസംഗിച്ചിട്ടുണ്ട് എന്ന്. അതിന്റെ മുൻപിൽ ഒരു സഹോദരൻ മലിങ്ങനെ കൈമുട്ടി. അദ്ദേഹം നമ്മുടെ പാർട്ടിക്കാരനുമെന്നല്ല, സൈഡിൽ മാറി നിൽക്കുന്ന ഒരാള്. പരിപാടി കഴിഞ്ഞപ്പോ അയാൾ അടുത്ത് വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കൈകൊട്ടിയത്? അപ്പൊ പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് രാമൻ എന്നാണ്, രാമന്റെ മക്കൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം രാമന്മാര് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് നല്ല വാർത്തകളൊന്നുമല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ ലോക കോർപ്പറേറ്റുകളുടെ പണത്തിന്റെ, ലോക കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 10 വർഷം ഈ രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗിൽ നിന്ന് ഇനി രാജ്യത്തെ ജനങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് രാജ്യത്തൊരു 3ാം മുന്നണി കടന്നുവരും. അതിന്റെ ആ 3ാം മുന്നണി കടന്നു വരുന്നതിനെ തടയിടാൻ, രാജ്യത്തൊരു ജനപക്ഷ ഗവൺമെന്റ് വരുന്നതിനെ തടയിടാൻ പെട്ടെന്ന് RSSന്റെ സഹായത്തോടുകൂടെ ഒരു കാലത്ത് അമേരിക്ക വിസ നിഷേധിച്ച, ലോക സാമ്രാജ്യത്വത്തിന് വെല്ലുവിളി ഉയർത്തിയ ആ അമേരിക്ക വിസ നിഷേധിച്ച നരേന്ദ്രമോദി ഒരു സുപ്രഭാതത്തിൽ ഉയർന്നു വരികയാണ്. നരേന്ദ്രമോദി രാജ്യത്തിൽ അധികാരത്തിലെത്തുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതിയ പ്രതിഭാസം ഉയർന്നു വന്നിട്ടുണ്ട്. എന്താ പുതിയ പ്രതിഭാസം? രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടിയിൽ വരെ ഇറങ്ങാതിരുന്ന ചില ആളുകള് കയ്യിലൊരു പെട്ടിക്കട തുടങ്ങാനുള്ള ചരടും കെട്ടി ഒരു കാവി കൊണ്ടുകൊടുത്തിട്ട് മസിലും പിടിച്ചങ്ങ് നടക്കുകയാണ്. എന്താ? ഞാനും RSSകാരനാണ്. പ്രിയപ്പെട്ട RSSകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിലെ 100 വോട്ടർമാരെ എടുത്താൽ അതിൽ 31 ആളുകൾ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ
കേവലം 31% വോട്ടിന്റെ ബലത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ചെറിയ പരിക്ക് പറ്റിയപ്പോൾ, ഇന്ത്യൻ ജനാധിപത്യത്തിനൊന്ന് പിഴച്ചപ്പോൾ ലോക കോർപ്പറേറ്റുകളും ലോക മാധ്യമങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഇന്ത്യയുടെ വലിയ ഒരു ഐക്യത്തിനിടയിൽ വെള്ളലുണ്ടാക്കി ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നോമിനിയായി രാജ്യത്തിന്റെ അധികാരത്തിന് നരേന്ദ്രമോദി എത്തുമ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പരിക്കും പറ്റിക്കിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പരിക്കും പറ്റിക്കിട്ടില്ല. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റുന്നതിന് മുൻപേ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറ്റെടുത്ത വിപ്ലവ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 2009 ജൂൺ 21 രാജ്യ തലസ്ഥാനത്ത് ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോ ഞങ്ങൾ നിർഭയത്വത്തിന്റെ രാഷ്ട്രീയം ഈ രാജ്യത്തോട് പറയുമ്പോ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിർഭയത്വത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയോട് പറഞ്ഞത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു, കാവ്യ രാജ്യം പറഞ്ഞ് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി എന്താ പ്രിയപ്പെട്ട RSSകാരെ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? NDA ഇവിടെ ഭരിക്കുമ്പോ, ഇന്ത്യ മഹാരാജ്യത്തേക്ക് വാജ്പേയി ഈ രാജ്യം ഭരിക്കുമ്പോ രാജ്യത്തേക്ക് പാകിസ്ഥാൻ പട്ടാളം നുഴഞ്ഞു കയറിയപ്പോൾ, പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ നുഴഞ്ഞു കയറിയപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാർഗിലിൽ കാവൽ നിന്നിട്ട് പാകിസ്ഥാൻ പട്ടാളത്തോട് അടരാടി മരണപ്പെട്ട ആ പട്ടാളക്കാരുടെ ശവപ്പട്ടികയിൽ പോലും കുംഭകോണം നടത്തിയ അതേ വാജ്പേയിയുടെ പിന്മുറക്കാരൻ RSSകാരൻ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല 49% കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഡീസലിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള നിയന്ത്രണം എടുത്തു കളയുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ജനിതക വിത്തുകൾ കൊണ്ടുവരുന്നു. ബാബുമണി വളരെ വിശദമായി നമ്മളോട് വിശദീകരിച്ചു. അങ്ങനെ ഓരോ മേഖല എടുത്തു നോക്കിയാലും ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജനദ്രോഹ ഭരണമാണ് കുറഞ്ഞ ദിവസം കൊണ്ട് നരേന്ദ്രമോദി രാജ്യത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നത് എങ്കിൽ യഥാർത്ഥ രാഷ്ട്രീയവും യഥാർത്ഥ വിപ്ലവവും ഒക്കെ ഈ രാജ്യത്തിൽ നിന്ന് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ മറന്നു പോകുമ്പോ വളരെ കൃത്യമായി ഇന്ത്യയുടെ തെരുവുകളിൽ ചുവടുവെക്കാൻ തീരുമാനിച്ച 5.5 വർഷം മാത്രം പ്രായം കൊണ്ട് രാജ്യത്തിന്റെ 23 സംസ്ഥാനങ്ങളിലേക്ക് ഒരു അത്ഭുതമായി ഒരു പ്രതിഭാസമായി പടർന്നു പന്തലിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കോൺഗ്രസ് വഴിമാറുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാരൻ ഭയപ്പെടുമ്പോൾ, രാജ്യത്ത് നിരന്തരമായി ഭയപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാര ഭരണം ഇന്ത്യയുടെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുമ്പോ അവസാനത്തെ ശ്വാസം വരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി രാജ്യത്തിന്റെ തെരുവുകളിൽ നൃത്തം വെക്കാൻ, രാജ്യത്തിന്റെ തെരുവുകളിൽ ചുവടുവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് മോദി അധികാരത്തിലിരിക്കുമ്പോൾ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ മുൻപ് ലോകത്തിന് മുൻപിൽ നമുക്കൊരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പിറന്ന മണ്ണിൽ നിന്ന് ഫലസ്തീനിലെ കുട്ടികളെ ആട്ടിയോടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പിറന്ന മണ്ണിൽ യുദ്ധ ടാങ്കിന് മുൻപിൽ കല്ലും പടികമെടുത്ത് ഈ ഫലസ്തീനിലെ കുട്ടികൾ പെരുന്നാളിന്റെ തലേന്നും ഇസ്രായേലിന്റെ ടാങ്കിന് മുൻപിൽ അടരാടുമ്പോ ലോകമാധ്യമങ്ങളുടെ മുൻപിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പിഞ്ചുകുട്ടി നടന്നു പോവുകയാണ്. ഫലസ്തീനിലെ കുട്ടികൾക്ക് സൗന്ദര്യം കൂടുതലാണ്. 4 വയസ്സ് മാത്രം തോന്നിക്കുന്ന പിഞ്ചുകുട്ടി തന്റെ ഉമ്മയുടെ അടുക്കലേക്ക് നടന്നു വരുന്നു. ആ ഉമ്മ തന്റെ മകനെ കാത്തു നിൽക്കുകയാണ്. ഉമ്മ മകനെ കൈവാടി വിളിക്കുന്ന കാഴ്ച ലോകമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. സ്നേഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ഉമ്മയുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്ന കുട്ടി പെട്ടെന്ന് പൊട്ടിച്ചിതറുന്ന കാഴ്ച ലോകത്തിന് മുൻപിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേതോ ഒരു താലിബാൻ കുറെ കുട്ടികളെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ താലിബാനും ഇസ്രയേലും അമേരിക്കയും ഇന്ത്യയിലെ RSSും സംഘപരിവാരവും ഒക്കെ ഒരേ പതിപ്പാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഫലസ്തീനിന്റെ മണ്ണിൽ പിഞ്ചു കുട്ടികൾ യുദ്ധ ടാങ്കിന്റെ മുന്നിൽ സമരം ചെയ്യുമ്പോ ഒരു കാലത്ത് ചേരിചേരാ നയം കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകം പ്രതീക്ഷയോടുകൂടെ നോക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ പാർലമെന്റ്, ഒരുപക്ഷെ ലോകം നീതിയുടെ പക്ഷത്ത് നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർലമെന്റിന്റെ അകത്തളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുസ്തകം അത് വിചാരധാരയാണ് എന്ന് ഒരിക്കൽ അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ആരാ അഡോൾഫ് ഹിറ്റ്ലർ? ലോകത്ത് മനുഷ്യക്കുരുതി കൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കാൻ നേതൃത്വം കൊടുത്ത അഡോൾഫ് ഹിറ്റ്ലർ ഒരിക്കൽ വിചാരധാരയുടെ ഗ്രന്ഥകാരൻ, വിചാരധാര എഴുതിവെച്ച RSSന്റെ ആചാര്യൻ ഗോൾവാൾക്കർ ഒരിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഹിറ്റ്ലറെയാണ് എന്ന്. അതേ ഹിറ്റ്ലറെ മാതൃകയാക്കുന്ന അതേ വിചാരധാരയും മനുസ്മൃതിയുമൊക്കെ നെഞ്ചോട് ചോർത്തുപിടിച്ച് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സവർണനായ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗത്തിലെ 500 ഉപവിഭാഗങ്ങളിൽപ്പെട്ട ഉയർന്ന ജാതിക്കാരനായ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ
ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുത്തപ്പോ പകച്ചു നിന്നുപോയി കമ്മ്യൂണിസ്റ്റുകാരൻ. മുസ്ലിം ലീഗുകാരൻ അവിടെ ഇവിടെ ചെറിയ ഫ്ലക്സ് വെച്ചു. അതേപോലെ തന്നെ കോൺഗ്രസുകാരൻ പുറകോട്ട് പോയി. ഫലസ്തീനിന്റെ മണ്ണിലെ പിഞ്ചുകുട്ടികളോട് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കാൻ രാജ്യത്ത് തീരുമാനമെടുത്ത ഏക പാർട്ടി, അതിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ കഴിഞ്ഞ ബലിപെരുന്നാൾ കഴിഞ്ഞ്, ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് രാജ്യത്തിന്റെ തെരുവിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഐക്യദാർഢ്യം ഫലസ്തീനിലെ പിഞ്ചുകുട്ടികൾക്ക് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ, ഫലസ്തീനിലെ പിഞ്ചുകുട്ടികൾക്ക് വേണ്ടി രാജ്യത്തിന്റെ ഐക്യദാർഢ്യം തീരുമാനിച്ചപ്പോ കുറ്റിപ്പുറം പാലത്തിന്റെയും ഫറൂഖ് പാലത്തിന്റെയും ഇടയിലല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രകടനം നടത്തിയത്. പശ്ചിമ ബംഗാളിലോ അതല്ലെങ്കിൽ കേരളത്തിലോ ത്രിപുരയിലോ അല്ല SDP പ്രകടനം നടത്തിയത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാക ചോർത്തുപിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തെരുവിലൂടെ ഈ പാർട്ടിയുടെ പ്രവർത്തകർ 23 സംസ്ഥാനങ്ങളിലൂടെ ഡൽഹിയുടെ പാർലമെന്റിന് മുൻപിലൂടെ നടന്നിട്ടുണ്ട് എങ്കിൽ, രാജസ്ഥാനിന്റെ തെരുവിലൂടെ നടന്നിട്ടുണ്ട് എങ്കിൽ, ആന്ധ്രയുടെ തെരുവിലൂടെ നടന്നിട്ടുണ്ട് എങ്കിൽ, പങ്ക് കർണാടകയിലെ വിധാൻസൗദയുടെയും തമിഴ്നാട്ടിലെ നിയമസഭയുടെയും മുൻപിലൂടെ ഈ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ നിൽക്കേണ്ട അനിവാര്യത വിളിച്ചറിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തെരുവുകളിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞത്. 6.5 പതിറ്റാണ്ടായി രാജ്യത്ത് സ്വാതന്ത്ര്യവും നീതിയും ഒക്കെ നിഷേധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മതത്തിൽ പറന്നുപോയതിന്റെ പേരിൽ, ഏതെങ്കിലും കറുത്ത അമ്മയുടെ വയറ്റിൽ പറന്നുപോയതിന്റെ പേരിൽ, ഏതെങ്കിലും ഉമ്മയുടെ വയറ്റിൽ പറന്നുപോയതിന്റെ പേരിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യവും നീതിയും നിഷേധിക്കപ്പെട്ട ഇനി തണുപ്പുകാലം വരുമ്പോ, ശൈത്യകാലം വരുമ്പോ ഡൽഹിയിൽ നിന്ന് വാർത്ത വരും. ഡൽഹിയിൽ ഇതാ മനുഷ്യർ തണുത്തു മരവിച്ചു മരിച്ചു പോകുന്നത് രാജ്യത്തെ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറിന്റെ പിന്മുറക്കാരാണ്, രാജ്യത്തെ മുസ്ലിങ്ങളാണ്, രാജ്യത്തെ ദളിതുകളാണ്, രാജ്യത്തെ ആദിവാസികളാണ്. കൃത്യമായി പറഞ്ഞാൽ 87% വരുന്ന ജനവിഭാഗം ഇന്ത്യ മഹാരാജ്യത്ത് അധികാരവും നീതിയും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടപ്പോ ഒരാവേശത്തിന് വേണ്ടി ആരെയെങ്കിലും പുളകം കൊള്ളിക്കാൻ, ഏതെങ്കിലും ഒരു പാർട്ടി പുലർത്താൻ, ആർക്കെങ്കിലും അധികാരത്തിന്റെ സോപാനങ്ങളിൽ സപ്രമഞ്ച കട്ടിലുകളിൽ അടങ്ങിയിരിക്കാൻ ഈ രാജ്യത്ത് പ്രഖ്യാപിച്ച പാർട്ടിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 2009 സാമൂഹിക ജനാധിപത്യത്തിന്റെ സോഷ്യൽ ഡെമോക്രസിയുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുൻപോട്ട് വെക്കാതെ സാമൂഹിക ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ പറഞ്ഞപ്പോ 5 വർഷം കൊണ്ട് രാജ്യത്തിന്റെ 23 സംസ്ഥാനം രാഷ്ട്രീയം പഠിക്കുന്നവർക്ക്, ചരിത്രം പഠിക്കുന്നവർക്ക് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ചെറിയ കാലയളവ് കൊണ്ട് ഇത്ര വലിയ വളർച്ച കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. രാജസ്ഥാനിന്റെ ഗ്രാമങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. രാജസ്ഥാനിലും ആന്ധ്രയിലും തമിഴ്നാടിലും കർണാടകയിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലുമടക്കം രാജ്യത്തിന്റെ 8 സംസ്ഥാനങ്ങളിൽ വലിയ അവകാശവാദമൊന്നുമില്ല. 6.5 പതിറ്റാണ്ടിന്റെയോ വർഷങ്ങളുടെയോ നൂറ്റാണ്ടുകളുടെയോ ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ല. പക്ഷെ ചെറിയ പ്രായം കൊണ്ട് ആർജവത്തോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടെ രാജ്യത്തിന്റെ തെരുവുകളിൽ രാഷ്ട്രീയം പറഞ്ഞപ്പോ രാജ്യത്തിന്റെ 8 സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികളെ ഉണ്ടാക്കിയെടുക്കുകയും രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് ഭരിക്കുകയും ചെയ്യുന്ന പാർട്ടിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്ത് മറികടിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, SDP-യെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ മണ്ണിൽ വിപ്ലവം മറന്നുപോയ പ്രസ്ഥാനങ്ങളോട്, ഈ രാജ്യത്തിന്റെ മണ്ണിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിപ്ലവം മറന്നുപോയപ്പോൾ അത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ച പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് പിറവിയെടുത്ത പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ രാജ്യത്ത് വലിയ മുന്നേറ്റവും പോരാട്ടവും നടത്താൻ തീരുമാനിച്ച പാർട്ടി. നമുക്കറിയാം, കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ പല ആളുകളും ചോദിക്കും, കേരളത്തിൽ എന്തിനാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ? നിങ്ങളെ പാർട്ടി ഇവിടെ വേണ്ട, നിങ്ങളുടെ പാർട്ടി ഡൽഹിയിൽ വേണം എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടുകൂടെ ഇന്ത്യയോട്, ഇവിടുത്തെ ദളിതരോട്, ഇവിടുത്തെ ആദിവാസിയോട്, ഇവിടുത്തെ മുസൽമാനോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാൻ സാധിക്കും. 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ താടിക കുടങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ തകർന്നു വീഴുമ്പോ അന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 100 പേർക്ക് ബാബരി മസ്ജിദിന്റെ മുൻപിൽ പോയി നിൽക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ, ഈ രാജ്യത്തിന്റെ മണ്ണിൽ ആർജവമുള്ള ചങ്കൂറ്റമുള്ള ഒരു 100 പേർക്ക് ബാബരി മസ്ജിദിന്റെ മുൻപിൽ പോയി നിൽക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ അന്നൊരു പക്ഷേ ഇന്ത്യൻ പട്ടാളം ഇടപെടുമായിരുന്നു. അന്ന് രാജ്യത്തിന്റെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ മൂടുതാകുന്ന സമുദായ പാർട്ടികളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അനുഭവമാണ്, അന്വേഷണമാണ്. SDP-ഐ 2012 ഈ 2012 ഗൗസിയാബാദിൽ ഒരു മസ്ജിദ് പൊളിക്കപ്പെടുന്നു. നിങ്ങൾ അറിയുമോ, മലപ്പുറത്ത്
മലപ്പുറത്തേതുപോലെ, വയനാടിലേതുപോലെ, കണ്ണൂരിലേതുപോലെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോയപ്പോ ചീത്ത പറഞ്ഞത്രേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. എന്താ കാരണം? ഈ അഹമ്മദ് സാഹിബിന് എവിടെയാണ് ഒപ്പിടേണ്ടത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. വയസ്സായി, കണ്ണു തള്ളി, കണ്ണു പോലും കാണാതിരുന്നിട്ടും രാജ്യത്തിന്റെ പാർലമെന്റിൽ പോയി അണികരിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ വിമാനം കയറി പോകുന്ന ഡൽഹി ഉണ്ടല്ലോ, അവിടെ കേരളത്തിന്റെ മലപ്പുറത്തിന്റെ ഒന്നും പുരോഗതി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഡൽഹിയിലെ ഗൗസിയാബാദ് 400ഓളം കുടിലുകൾ, മസ്ജിദിന്റെ ചുറ്റും ചെറിയ ചെറിയ തകരപ്പാട്ടുകൾ കൊണ്ടുണ്ടാക്കിയ കുടിലുകളിൽ ഡൽഹിയിലെ ഗൗസിയാബാദിൽ 400ഓളം കുടിലുകൾ മുസ്ലിങ്ങൾ താമസിക്കുന്നു. അവിടെ ഒരു മസ്ജിദ് കോൺഗ്രസ് അങ്ങനെയാണ്. ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഇവിടെ മലേഗാവിലെയും നന്ദ